സുഹൃത്തുക്കളെ, ഞാൻ സർജകുമാർ പള്ളിക്കടവത്ത് തളിക്കുളം ബ്ലോക്കിലെ ചേറ്റുവ ഡിവിഷനിൽ നിന്നും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ കണ്ടും കേട്ടും പഠിച്ചു തൊട്ട് അതിനു വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളുമായി പഞ്ചായത്ത് ഓഫീസുകളും ഉന്നത ഓഫീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. പ്രിയരെ, നീണ്ട 55 വർഷത്തെ LDF കമ്മ്യൂണിസ്റ്റ് ഭരണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സമസ്ത മേഖലയിലും, അതായത് കുടിവെള്ളം, റോഡ്, ശ്മശാനം, തെരുനായ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി പറഞ്ഞാൽ ഒതുങ്ങാത്ത വിഷയങ്ങളിൽ തീർത്തും പരാജയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്രയോ സാധ്യതകളുള്ള ഈ പഞ്ചായത്തിൽ എന്തെല്ലാം വിഷയങ്ങൾ നമുക്ക് ഈ കടപ്പുറവുമായി ബന്ധപ്പെട്ടും ചേറ്റുവ അഴിമുഖമായിട്ടും ചേറ്റുവ കടവുമായും ബന്ധപ്പെട്ടും ലോകപ്രസിദ്ധി ആർജിച്ച സ്ഥലമാണ് ഏങ്ങണ്ടിയൂരിലെ ചേറ്റുവ. ആ സ്ഥലത്തെ ഒന്നുമല്ലാത്ത രൂപത്തിൽ ആക്കി മാറ്റിയത് ഈ പഞ്ചായത്താണ്. നമുക്ക് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൽ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ഇല്ല എന്ന് തന്നെ പറയണം. കാരണം നമ്മുടെ ഏങ്ങണ്ടിയൂരിൻ്റെ ശ്മശാനത്തെ മാലിന്യ കേന്ദ്രമാക്കിയതാണ് ഇവർ ചെയ്തൊരു ഏറ്റവും വലിയ വികസനം എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത് സാധാരണ ജനങ്ങളോട്, ഈ നാട്ടിലെ പാവപ്പെട്ടവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിട്ട് ഞാൻ കാണുന്നു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിന് ചുരുങ്ങിയത് 50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ സംഘടനയും പരമാവധി ശ്രമങ്ങൾ നടത്തുന്നതാണ്. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ സമഗ്ര വികസനത്തിനായിട്ട് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ബഹുഭൂരിപക്ഷത്തിൽ നിങ്ങൾ വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനം BJPയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. 55 കൊല്ലമായിട്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് തെളിയിച്ചു കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും അവർക്ക് അവസരം നിങ്ങൾ കൊടുക്കാതിരിക്കുക, അവസരം BJPക്ക് നൽകുക. വികസനം ഉറപ്പായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു. മികച്ച ഒരു ടൂറിസം പദ്ധതി തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ എൻ്റെ ഭാഗത്തു നിന്ന് നല്ല ഒരു ശ്രമമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ചേറ്റുവ ഡിവിഷനിലെ മുഴുവൻ വോട്ടർമാരെയും കാണാനായിട്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇത് ഒരു വോട്ടഭ്യർത്ഥനയായി സ്വീകരിച്ച് എന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്.